ശ്രീധരൻ മോനെ വാറുണ്ണി, ശ്രീധരനോട് ഒന്ന് പറയാ, വയസ്സായ ഞങ്ങളെ ഇട്ടെങ്ങും പോവരുതെന്ന്. അവൻ പോയാ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? നീ പറഞ്ഞ അവൻ കേക്കും. നീ ചെന്ന് അവനെ പറഞ്ഞു മനസ്സിലാക്കും മോനെ. നിനക്ക് പുണ്യം കിട്ടും. ചെല്ലു മോനെ, ചെല്ലു. ഏട്ടത്തിയേ, ശ്രീധര, നമ്മുടെ ചെയ്താലിക്ക കൊടുക്കാനായിട്ട് അവന്റെ വാപ്പ ഒരു കത്ത് തന്നിട്ടുണ്ട്, കുറച്ച് കായ വറുത്തതും. ഞാനെങ്ങും പോണില്ല. ലോകത്തിന്റെ ഏത് കോണി പോയാലും സുഭദ്രയെ കുറിച്ചുള്ള ഓർമ്മകൾ അതില്ലാതാവില്ലല്ലോ. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ ഒക്കില്ല വാറണ്ടേ. ഞാൻ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരണമെന്ന് പറഞ്ഞാ വണ്ടി ഓടിക്കണത്. ഹലോ, നിങ്ങളല്ലേ പറഞ്ഞത് നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റില്ലെന്ന്? കാറല്ല, ലോറി ഓടിക്കാനുള്ള ലൈസൻസ് എടുത്തോണ്ടാ നമ്മൾ വന്നിരിക്കുന്നത്. മാഷന്മാരെ, ഈ ദുനിയാവിൽ മനുഷ്യന് വേണ്ടത് വിൽ പവറാ, അല്ലാതെ കയ്യോ കാലോ ഒന്നല്ല. എന്തൊരു ജീവി! ഇത് ബോംബെയിലെ സ്റ്റേറ്റുവിന്റെ വണ്ടിയാ. ഇത് നമുക്ക് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം ഗൾഫിന് പോവാൻ. എന്താ ബോംബെ വരെ വരുന്നു? ജസ്റ്റ് ഫോർ എ കമ്പനി. നീ വേണ്ട, ഞാൻ പോകുന്നില്ല, മുതലാളി കൊണ്ട. ഞങ്ങളില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഗൾഫിലെത്തിയിട്ട് നമ്മൾ റിങ് ചെയ്യാം. ബൈ. ഓക്കെ. അമ്മ വണ്ടി ചേട്ടൻ. എന്തൊരു കിടപ്പാ ഇത്! എഴുന്നേറ്റ് വന്ന് എന്തേലും കഴിച്ചൂടെ? വേണ്ട. എന്താ അച്ഛനും മോളും കൂടെ നിരാഹാരം കിടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുക? എല്ലാം എന്റെ തെറ്റാ. ഒന്നേ ഉള്ളൂന്ന് കരുതി അധികം ഓമനിച്ചു പോയി. അതിന്റെ കുഴപ്പാ. ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും കഴിക്കാൻ നോക്കുക. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പത്മനാഭ, ഇനി ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ വഴിയേ കാണുന്നുള്ളൂ. നിനക്ക് ധൈര്യമുണ്ടോ കേശുട്ടിയെ വിളിക്കാൻ? ആരെ? കേശവൻകുട്ടിയെ? അതെ. സ്വന്തം കൂടപ്പറപ്പിന്റെ വയറ്റിപ്പറന്നല്ലോ ഓർത്താണ് നിന്നെ ഞാൻ ഇവിടെ നിർത്തി വളർത്തിയത്. എന്നിട്ട് നീ എന്റെ മാനത്തല്ലേ കയറി പിടിച്ചു അല്ലേ? കൊല്ലും ഞാൻ നിന്നെ. മിണ്ടരുത്. നിങ്ങൾ ഒരൊറ്റ ഒഴുത്തുകാരനെ അസുരവിത്തിനെ ഞാൻ വീട്ടിൽ താമസിപ്പിച്ചത്. തറവാടിന്റെ മാനം കെടുത്തി മാധവി അന്യാധികാരിയോട് ഇറങ്ങിപ്പോയപ്പോ ഞാൻ എതിർത്താണ്. അങ്ങനെ കുറ്റപ്പെടുത്തിയില്ലേ? തന്തയുടെ ഗുണവും കാണിക്കാതിരിക്കില്ല. ഇങ്ങനെ ഒരുത്തിന് കുടുംബത്ത് വേണ്ട, ഈ ഇന്ത്യയിൽ വേണ്ട. ഇറങ്ങി പോടാ. അവൻ വരുവോ? ചവിട്ടി പുറത്താക്കിയതല്ലേ ഞാൻ അവനെ. വരൂ, അവൻ വരൂ. ഇന്നും അവന്റെ മനസ്സ് നിറയെ സുഭദ്രയാ, അതെനിക്കറിയാം. അതുകൊണ്ടല്ലേ പട്ടാളത്തിൽ നല്ല ഉദ്യോഗം ഉണ്ടായിട്ടും അവൻ ഇതുവരെ കല്യാണം കഴിക്കാതിരിക്കണത്. പത്മനാഭ, ഇനി ഒന്നും ആലോചിക്കാനില്ല. നാളെ തന്നെ ഒരു കമ്പി അടിക്കുക കാശ്മീരിലേക്ക്. ഒപ്പേ ധാര വന്നിരിക്കുന്നത് നോക്കിയേ. ആരാ? നമ്മുടെ കേശുട്ടി. കേശുട്ടി, വരുന്ന വിവരം ഒന്ന് അറിയിച്ചുകൂടായിരുന്നോ നിനക്ക്? പെട്ടെന്ന് ലീവ് സാങ്ഷൻ ഇതാ. പിന്നെ ഒന്നിനും കാത്തുനിന്നില്ല, നേരം കൊണ്ട് പോകും. എന്നാ ഞാൻ പോട്ടെ. ഇത്ര റുപ്യ? ഇത്ര റുപ്യ എന്താ? എത്രയാന്ന്? 175 രൂപ. ബാക്കി വെച്ചോ. എന്തായി, സുന്ദരല്ലേ? കേശുട്ടിയെ, ഓപ്പയ്ക്ക് ഒരു മാറ്റമില്ല, ഒറ്റ മുടിയും കറുത്തിട്ടില്ല. നീ എന്നെ പരിഹസിക്കുക? കേശുട്ടിയെ, നീ ആരെയാ നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സുഭദ്ര സ്കൂളിൽ പോയിരിക്കുക. കേശുട്ടി, ഞാൻ കാപ്പി എടുത്ത് വെക്കാം, നീ വാ. കുളിക്കാതെ? പണ്ടൊക്കെ കുളിച്ച് ശുദ്ധിയാവാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കില്ലായിരുന്നു അമ്മാവൻ. സാഹചര്യത്തിനനുസരിച്ച് എല്ലാം മാറ്റിയല്ലേ പറ്റൂ. ഹലോ പേ. അപ്പൊ നീ ഒന്നും മറന്നില്ലല്ലേ? കൊള്ളൻ. വാ,
കാപ്പി കുടിക്കാം. പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നോണ്ട് കാര്യമായിട്ടൊന്നും വാങ്ങാൻ പറ്റിയില്ല. ദാ ഇത് അമ്മാവനാ, കാശ്മീരി തൊത്തിയാ. ഇതെടുത്ത ചന്ദനത്തിന്റെ മണാന്നാ കടക്കാരൻ പറഞ്ഞ. ഇതൊക്കെ എവിടെയും കിട്ടുമായിരുന്നല്ലോടാ. കിട്ടും, പക്ഷെ ചന്ദനത്തിന്റെ മണം ഉണ്ടാവില്ല. ദാ ഇത് അമ്മായിക്ക് ശ്രീനഗറിൽ നിന്ന് വാങ്ങിയതാ. അമ്മായിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നന്നായിട്ടുണ്ട്. നീ എന്നെ മറന്നോടാ കേസുട്ടിയെ? ഹാ, ഓപ്പേ മറക്കാനോ? നല്ല കാര്യമായി. ദേ നല്ല ഉഗ്രം സാധനമല്ലേ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഏത് തണുപ്പത്തും ഇതിട്ടോണ്ട് നല്ല പുലിക്കുട്ടിയെ പോലെ ഓപ്പയ്ക്ക് പറമ്പ് മുഴുവൻ ഓടി നടക്കാം. ഹായ്. ആ കേസുട്ടിയെ ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. കേശുട്ടേട്ടൻ എപ്പോ വന്നു? ഉച്ചയ്ക്ക് മുമ്പത്തെ വന്നപ്പോ തൊട്ട് ചോദിച്ചോണ്ടിരിക്കുക, നീ എപ്പോഴാ വരിക, നീ എപ്പോഴാ വരിക. ആ നീ ചെന്ന് ഉടുപ്പൊക്കെ മാറ്റാൻ നോക്ക്. ആ കേശുട്ടിയെ മതി മതി ഇങ്ങനെ അന്തം വിട്ട് നോക്കിയത്. ഇനി എന്നും കാണാലോ നിനക്ക്. സുഭദ്രേ, ദാ, ഇത് സുഭദ്രയ്ക്കുള്ള എന്താ ഇത്? കാശ്മീർ സാരിയാ. ഞാൻ തന്നെ സെലക്ട് ചെയ്താ. എന്തിനാ ഇതൊക്കെ? വേണ്ടായിരുന്നു. എന്താ പണ്ടത്തെ പിണക്കം ഇപ്പോഴും അറിയില്ല എന്നോട്? അയ്യോ അതുകൊണ്ടല്ല. അമ്മാവന്റെ ടെലിഗ്രാം കിട്ടിയപ്പോ സത്യത്തിൽ വിശ്വസിക്കാൻ പറ്റിയില്ല. ട്രെയിനിലിരിക്കുമ്പോ എത്രയും വേഗം നാട്ടിലെത്താനുള്ള ധൃതിയായിരുന്നു. സുഭദ്രയെ കാണാൻ മനസ്സത്രയ്ക്ക് തിടുക്കം കൂട്ടുമായിരുന്നേ. സത്യത്തിൽ എന്നെ ഒരു പട്ടാളക്കാരനാക്കിയത് സുഭദ്രയാ. അല്ലെങ്കിൽ ഇപ്പോ ഈ എഞ്ചിനിയുടെ അടുക്കളക്കാരനോ തൊഴുത്തിലെ ജോലിക്കാരനോ ഒക്കെ ആയിരുന്നു ഞാൻ. കാശ്മീരിലെ കൊടുനിൽപ്പ് കഴിയുമ്പോഴും നിന്നെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു എന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത്. ഈ ഓപ്പ് ഒരിടത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. വന്നപ്പോ മുതൽ തുടങ്ങിയതാ സ്നേഹം കൊണ്ടുള്ള വീർപ്പൂട്ടിക്കല്. അല്ലേ? ഇല്ലെങ്കിൽ ഇനി അത് മതി പരിഭവിക്കാൻ. മദ്യപിക്കാത്ത ഏതെങ്കിലും പട്ടാളക്കാരനുണ്ടോ? കഴിക്ക് കേശൂട്ടിയെ. മദ്യത്തിനോട് എനിക്ക് അലർജിയാ. ഞങ്ങളുടെ റെജിമെന്റില് മദ്യം കഴിക്കാത്ത ഏകാള് ഞാനാ. അതിന്റെ പേരില് 2-3 മെഡൽ വരെ കിട്ടിയിട്ടുണ്ട് എനിക്ക്. മദ്യപാനത്തിന്റെ കാര്യത്തിൽ നിർബന്ധം പാടില്ലെന്ന പത്മനാഭൻ നായരെ ശാസ്ത്രം. പക്ഷെ ഞാൻ മദ്യപിക്കും, എന്നെ ആരും നിർബന്ധിക്കുന്നുമില്ല. നിലയും വിലയും വിട്ട് താൻ സംസാരിക്കരുത്. അതെ, ഈ ലോകത്തില് മനുഷ്യന്മാർ തമ്മിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഐക്യണ്ടെങ്കിൽ അത് ഈ വിഷയത്തിലാ. ഇവിടെ നേരെ തിരിച്ചാ. നിർത്താനാ പറഞ്ഞത് എന്നോട്. അത് കഴിച്ചിട്ട് വേണം നിർത്താൻ. മോനെ കേശൂട്ടി, ഞാനിപ്പോ കുടിക്കണ എന്തുകൊണ്ടാന്ന് നിനക്കറിയോ? അത്രയ്ക്ക് വിഷമമുണ്ട് എന്റെ മനസ്സിൽ. ഈ കാലി ഞാനിന്ന് അടിച്ചു പൊട്ടി ജയ്പൂർ കാലം വെച്ച് നടക്കാനാ വയസ്സാണ്. തനിക്കിത് എന്ത് പറ്റിയടോ? സഹിക്കാൻ പറ്റാത്ത കുറ്റബോധം കൊണ്ട് പറയാ എന്റെ അടിയോടി. ഈ കാലുകൊണ്ടാ ഞാൻ ഇവനെ തറവാട്ടിന്ന് ചവിട്ടി ഇറക്കിയത്. ഇവനെ ചവിട്ടിയ കാലെനിക്ക് വേണ്ട. അമ്മാവൻ എന്തീ കാണിക്കുന്നത്? അമ്മാവന്റെ ഈ കാല് പുണ്യുള്ള കാല. അമ്മാവൻ അറിയോ, അന്ന് ഈ കാലുകൊണ്ട് എന്നെ ചവിട്ടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു പട്ടാളക്കാരനാവില്ലായിരുന്നു. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അമ്മാവൻ എന്നെ ഒന്നുകൂടെ ചവിട്ടണം. അതെന്തിനാ? അത് കാശ്മീരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള എന്റെ ട്രാൻസ്ഫർ ശരിയാവാൻ. കേശൂട്ടി, ഇവൻ ഗുരുത്തുള്ളവനാ, നീ ഗുരുത്തുള്ളവനാ. ഈ സന്തോഷത്തിന് നീ ഒരു ചെറുതെങ്കിലും കഴിക്കണം. ഞാനൊന്നും കഴിക്കടാ. എന്നെ നിർബന്ധിക്കരുത്. നീ എന്തിനാ പത്മനാഭ ഇവനിങ്ങനെ നിർബന്ധിക്കുന്നത്? അല്ലെങ്കിലേ ഇവൻ ഇങ്ങനെയാ, ഒന്ന് മണപ്പിച്ചാ മതി, പിന്നെ പറഞ്ഞ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും, ഒരു കാര്യമില്ലാതെ. ഓപ്പയ്ക്ക് എന്തറിയാ? എനിക്കറിയാത്തത് എന്താണ് പത്മനാഭ ഇവിടെ ഉള്ളത്? നീ കേശുട്ടിയെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ഇതുവരെ അവനോട് പറഞ്ഞോ? അത് അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ശക്തി എനിക്കില്ലാഞ്ഞിട്ടാ. നിങ്ങൾക്കത് പറഞ്ഞൂടെ? ഓപ്പ എന്നോടെല്ലാം പറഞ്ഞമ്മ. പക്ഷേ സുഭദ്രയുടെ മനസ്സില്. കേശൂട്ടി, നിന്റെ സമ്മതം എനിക്ക് അറിയേണ്ടത്, മറ്റൊന്നും നീ അറിയണ്ട. എന്താ, നിനക്ക് സമ്മതല്ലേ? എനിക്ക് സമ്മത. നിനക്കിത് എന്തു പറ്റി മോളെ? വീണ്ടും ഒരു കല്യാണം ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയമ്മേ. ഇത് നടന്നില്ലെങ്കിൽ എന്താ സംഭവിക്കാൻ നിനക്കറിയാലോ. കെട്ടിത്തൂങ്ങി ചാവൂന്ന് പറഞ്ഞിരിക്കുക അച്ഛൻ. അമ്മയ്ക്കൊന്നേ പറയാനുള്ളൂ, അച്ഛനെ ധിക്കരിക്കരുത് മോളെ. എല്ലാം മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുക അച്ഛൻ. ഇനിയും നീയായിട്ട് അതൊക്കെ തെറ്റിച്ചാ പിന്നെ ഇവിടെ എന്താ നടക്കാന്ന് ദൈവത്തിനെ അറിയൂ. എന്റെ മകളുടെ കല്യാണം ഞാൻ ഒരു ഉത്സവം പോലെ നടത്തും.
എന്താ തനിക്ക് സംശയമുണ്ടോ അടിയോടി? എനിക്കൊരു സംശയമില്ല, കാരണം ഞാനല്ലോ കാശ് മുടക്കുന്നത്. അമ്മ എനിക്കൊരാഗ്രഹമുണ്ട്, അത് അമ്മാവൻ നടത്തി തരണം. എന്താ നിന്റെ ആഗ്രഹം പറയേ? മറ്റൊന്നുമില്ല, പണ്ട് അമ്മാവൻ എന്നെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കുമ്പോ നോക്കി നിന്ന് രസിച്ച ചിലരുണ്ടല്ലോ, അവരെയൊക്കെ ഈ കല്യാണത്തിന് വിളിച്ചു വരുത്തി ഒരു പിടി ചോറ് കൊടുക്കണം. അതെന്റെ പ്രതികാരാണെന്ന് കൂട്ടിക്കോളൂ. അത് വേണം. ഈയഞ്ചേരി തറവാട്ടിൽ എരിച്ചോർക്ക് പ്രതികാര ബുദ്ധി വേണം. കുഞ്ഞുണ്ണിയാരെ അതിനുള്ള ഏർപ്പാട് എന്താന്ന് വെച്ചാ താൻ ചെയ്തോ? അതെ, അന്ന് നോക്കിയെന്ന് എല്ലാവരും ക്ഷണിച്ചുകൊണ്ടിരാൻ പറ്റും തോന്നില്ല. അതിൽ പലരും ഇന്ന് പരലോകത്താ. ഏത് ലോകത്തിലാണെങ്കിലും താൻ അവരെ ക്ഷണിച്ച് ഇവിടെ കൊണ്ടുവരണം. ആണ് എന്റെ ജോലി, മനസ്സിലായോ? ഞാൻ ആവുന്ന അത്ര ട്രൈ ചെയ്തോളാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ബലിയിട്ടോളാം. ബലി ബലി ബലി. പത്മനാഭ നിർത്തുക, ഇനി നാളെ സംസാരിക്കാം. കേശുട്ടിയെ വാ, ഊണ് കഴിക്കേ. വരാം, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് വരാം. വരട്ടെ മാ. എടോ പത്മനാഭനായരെ, ഏറിയ പട്ടാളക്കാരെ ഞാൻ കണ്ടുണ്ട്. ഇങ്ങനെ ഗുരുത്വവും വിനയവും ഭക്തിയും ഉള്ള ഒരു പട്ടാളക്കാരനെ ഞാൻ ആദ്യമായിട്ടാ ഇന്ത്യയിൽ കാണുന്നത്. ഇത് സത്യമാ. ഈശ്വരാ രക്ഷിക്കണേ. കൃഷ്ണ, ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ചു നേരം പ്രാർത്ഥിച്ചങ്ങനെ നിന്നുപോയി. സാരല്ല, എനിക്കൊന്ന് പ്രാർത്ഥിച്ചാ കൊള്ളാന്നുണ്ട്. പ്രാർത്ഥിക്കാനോ? അതേന്നെ, ഇവിടെ വന്ന് സാവധാനം പ്രാർത്ഥിക്കാന്ന് കരുതിയിട്ടാ ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കാൻ ആക്രാന്തം കാണിക്കാതിരുന്നത്. അല്ല, കാശ്മീരിൽ വെള്ളമടിക്കുന്നതിന് ഹിന്ദിയിൽ പ്രാർത്ഥിക്കാന്നാ പറയാ. പ്രാർത്ഥി ക്യാ ഹൈ, ശരിയായിരിക്കും. അല്ല, ഞാൻ കേസുട്ടി ഒരു നല്ല പ്രാർത്ഥനക്കാരനാണെന്ന് ഉച്ചക്ക് തന്നെ എനിക്ക് മനസ്സിലായി. ഉച്ച പ്രാർത്ഥനാ സമയത്തും ഞാനിതിലെ പോയിരുന്നു. അതെ, അല്ല എങ്ങനെയാ ഒരു കൂട്ട പ്രാർത്ഥന നടത്തുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല, ആയിക്കോട്ടെ. എന്നാ പുണ്യാജലൊക്കെ എടുക്ക ഒരു. അയ്യോ, ഡോറ്